വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നീർദോശയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. അരി പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കാം, പൊന്നിയരി എടുക്കാം, സോന മസൂരി റൈസ് എടുക്കാം, ഇഡ്ലി റൈസ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. നാളികേരം ചിരകിയത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 4 കപ്പ്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ ഇതെല്ലാം അളന്നിരിക്കുന്നത്. ഇനി നമുക്ക് നീർദോശ തയ്യാറാക്കാം. അരി 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി എടുക്കണം. അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു രാത്രി കംപ്ലീറ്റ് വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇടാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഇടാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിടാം. അല്പം വെള്ളവും ചേർത്ത് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനിയും വെള്ളം ചേർത്ത് നല്ലതുപോലെ അഴവാക്കണം. ശരിക്കും നമ്മളുടെ മോരിൻ വെള്ളം എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ആക്കണം, മോരിൻ വെള്ളം പോലെ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോഴും ഇത് അങ്ങ് ശരിക്കും ലൂസായിട്ടില്ല, ശരിക്കും വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയെടുത്ത വെള്ളമുണ്ട്, അതിലേക്ക് കപ്പിൽ ഒരു 1/2 കപ്പ് ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 1.5 കപ്പാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോഴും ശരിക്കും അങ്ങോട്ട് വെള്ളം പോലെ ആയിട്ടില്ല, ചെറിയൊരു കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. കാരണം നമ്മൾ നീർദോശയാണല്ലോ ഉണ്ടാക്കുന്നത്. നീരെന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. അപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കണം ഇതിൻ്റെ ബാറ്റർ. അപ്പോഴാണ് അത് നീർദോശയാവുക. ഇപ്പോൾ അതേ നമ്മളുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്, ശരിക്കും നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നീർദോശ തയ്യാറാക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ദോശമാവ് ഒഴിക്കാം. നമ്മൾ ദോശ ചുടുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യവും അത് നന്നായി ഇളക്കിയതിന് ശേഷം വേണം മാവ് ഒഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാം. ഇനി നമുക്ക് നമ്മുടെ ദോശ എടുക്കാം. ഇനി അടുത്ത ദോശയ്ക്ക് ഒഴിക്കുന്നതിന് മുമ്പ് വീണ്ടും മാവ് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ദോശ ചുട്ടെടുക്കാം. ഒരു മിനിറ്റോളം നമ്മൾ ഏകദേശം ഇത് മൂടി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ നീർദോശ റെഡിയാവും. അപ്പോൾ ഇത് അറ്റത്തു നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്നും നമുക്ക് ഇപ്പുറത്തേക്ക് മടക്കാം. ഇനി ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് മടക്കാം. നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം.